നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിൽ ആദ്യമായി ഇറ്റാലിയൻ മാർബിൾ നേരിട്ട് ഇറക്കുമതി ചെയ്ത് വിതരണം നടത്തുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ഥാപനമായിട്ടുള്ള മർമർ ഇറ്റാലിയുടെ യാർഡിലാണ്. എന്നോടൊപ്പം ഇപ്പോഴുള്ളത് മർമർ ഇറ്റാലിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള ശ്രീ KV സക്കീർ ഹുസൈനാണ്. അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. താങ്ക് യു റവിൻജി, താങ്ക് യു വെരി മച്ച്. ഇവിടെ ഒരു വലിയ ബോർഡ് ഇരിക്കുന്നുണ്ട്, ക്വാളിറ്റി മാറ്റേഴ്സ് നോട്ട് ദ പ്രൈസ് എന്നാണ്. അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എക്സ്പോർട്ട് ക്വാളിറ്റി, അതുപോലെ തന്നെ കൊമേഴ്സ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ക്വാളിറ്റി ഒക്കെ വെച്ചിട്ടുണ്ട്. ഇറ്റാലിയൻ മാർബിൾ അങ്ങനെ ഈ പലതരത്തിലുള്ള ക്വാളിറ്റിയുള്ള കല്ലുകളുണ്ട്. അതാണ് അധികം പേർക്ക് അറിയാത്തൊരു കാര്യമാണ്. അതിപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ തേക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് തേക്ക് തന്നെയാണ്. അതിന്റെ നല്ല ഭാഗത്തിന് ഒരു പ്രൈസ്, മൂന്ന് വിലക്കാണല്ലോ തേക്ക് വിൽക്കുക. തേക്ക് 3 വിലക്ക് കിട്ടും. അതുപോലെ തന്നെയാണ് നമ്മൾ നാച്ചുറൽ സ്റ്റോൺ ആണല്ലോ ഈ ഇറ്റാലിയൻ മാർബിൾ. അതിൽ തന്നെ ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ട്, സെക്കൻഡ് ഉണ്ട്, കൊമേഴ്ഷ്യൽ ഉണ്ട്. 4 കാറ്റഗറി കല്ലുകൾ. അധികം ആളുകൾക്ക് ഇതിനെ പറ്റി അറിയില്ല. അതാണ് ആളുകൾക്ക് ഇറ്റാലിയൻ മാർബിൾ ഒറ്റ ക്വാളിറ്റിയാണ്, ഒറ്റ കല്ലുള്ളൂ. ഉദാഹരണത്തിന് ഞങ്ങളൊരു കുറെ പേരുകളുണ്ട്. ഡയന എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഉണ്ട് പേര്. ആ ഡയന എന്ന് പറഞ്ഞ സാധനം അതിൽ ഫസ്റ്റ് ചോയ്സ് ഉണ്ട്, കൊമേഴ്ഷ്യൽ ഉണ്ട്, സെക്കൻഡ്സ് ഉണ്ട്. അതാർക്കും അറിയില്ല. ഇപ്പോൾ വളരെ ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ തന്നെ ഇപ്പൊ നമ്മുടെ ഇവിടെ ഇന്ത്യൻ ഗ്രാനൈറ്റ് ആയിട്ട് കമ്പയർ ചെയ്യാം. ജസ്റ്റ് ഇന്ത്യൻ ഗ്രാനൈറ്റിലെ ക്വാറികളിൽ ഒരു റെഡ് ഗ്രാനൈറ്റ് ബ്ലോക്കിൽ സെൻറ്ററിൽ വലിയ ബ്ലാക്ക് പാച്ച് വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആ ക്വാറിയിൽ നിന്ന് കല്ല് ഒഴിവാക്കും. അങ്ങനത്തെ ഒരു 10 കല്ല് മാറ്റി വെച്ചെന്ന് വെച്ചോളൂ. ഒരു ടർക്കിന്നോ അല്ലെങ്കിൽ ഇറ്റലിയിൽ നിന്നോ ഒരു കമ്പനിക്കാരൻ വന്നിട്ട് ഇത് വാങ്ങിയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ കൊണ്ടുപോയി പ്രോസസ് ചെയ്യുമ്പോൾ അവരെ കാഴ്ചപ്പാട്ടിൽ ചുറ്റും ചുമപ്പുള്ള നടുക്കൊരു കറുപ്പുള്ള ഒരു കല്ലാണ്. ഇത് കൊമേഴ്ഷ്യൽ ആണോ ഇവിടുന്ന് ഒഴിവാക്കിയതാണോ ഒന്നും അവരറിയുന്നില്ല. അതേപോലെ തന്നെ അവിടുന്ന് ഒഴിവാക്കുന്ന കല്ലുകൾ കൊമേഴ്ഷ്യൽ ബ്ലോക്സ് രാജസ്ഥാൻ പോലത്തെ സ്ഥലങ്ങളിലേക്ക് വന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് ഉണ്ടാവാം, അല്ലെങ്കിൽ മെച്ചോർഡ് ആവാത്ത ഭാഗങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ ഡിസൈനിൽ അതൊന്നും മനസ്സിലാവും. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരിക്കലും മനസ്സിലാവില്ല. ഒരു തേക്കും തടിയുടെ വെള്ള പോലെ മനസ്സിലാവില്ല ഒരിക്കലും. അതിന് പേരായിരിക്കും. അപ്പം കോമ്പറ്റീഷൻ നോക്കിയിട്ട് ഒരാൾ കൊട്ടേഷൻ വിളിക്കുമ്പോൾ ഈ ഡയാനയുടെ വില എത്രയാണെന്ന് ചോദിക്കും. അപ്പോൾ ഒരാളൊരു വില പറയും, അടുത്ത ആൾ വില പറയും, ചില വളരെ കുറച്ചൊരാൾ പറയും. അപ്പോൾ ഇതിന്റെ കാരണം ഇതാണ്. ഇതിലിങ്ങനെ ഒരു ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഞങ്ങൾ ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയലാണ് മാർക്കറ്റിൽ കൊമേഴ്ഷ്യലിനെക്കാട്ടി വില കുറച്ചിട്ട് ഞങ്ങൾ വെക്കുന്നത്. ഞങ്ങൾ പ്രൈസ് റേഞ്ച് ഇട്ടിരിക്കുന്നത് 192 292 വരെയാണ് നമ്മൾ പ്രൈസ് റേഞ്ച്. അതാണ് വ്യത്യാസം. അത് സെയിം സാധനം മാർക്കറ്റിൽ വരികയാണെങ്കിൽ 300 മുതൽ 450 വരെയുള്ള സാധനമാണ് ഞങ്ങൾ നേരെ ഈ പ്രൈസ് റേഞ്ചിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഓർക്കണം, ഇറ്റാലിയൻ മാർബിൾ എന്ന് പറയുന്നത് വെറും ഒരു കല്ല് മാത്രമല്ല. അതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഫസ്റ്റ് ക്വാളിറ്റി, കൊമേഴ്സ്യൽ ക്വാളിറ്റി, റിജക്ട് ചെയ്യുന്ന ക്വാളിറ്റി, അങ്ങനെ പല ക്വാളിറ്റി ഉണ്ട്. ഒരു തേക്ക് തടി പോലെ എന്നാണ് പറയുന്നത്. അതെ, തീർച്ചയായും.